പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും നയിക്കും തന്നെയാമി. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ആലുക്കൽ കോർ എപ്പിസ്കോപ്പർ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇന്ന് പറയുന്നത് പാതി നോമ്പ് 40-ാം വെള്ളിയാഴ്ച. ഈ ദിവസങ്ങളിലെ നമസ്കാര ക്രമീകരണങ്ങളെ പറ്റിയാണ്. പാതി നോമ്പിനും 40-ാം വെള്ളിയാഴ്ചയും വിശുദ്ധ കുർബാന ഉണ്ടാവും, നിർബന്ധവുമാണ്. കുർബാനയുള്ള ദിവസങ്ങളായതുകൊണ്ട് നമസ്കാര ക്രമങ്ങളെ പറ്റി ചില തെറ്റിദ്ധാരണകളും സംശയങ്ങളും പലർക്കുണ്ട്. ബുധനാഴ്ച കുർബാനയുണ്ടല്ലോ, അപ്പോൾ ചൊവ്വാഴ്ച രാത്രി മുതൽ സാധാരണ നമസ്കാരം ചൊല്ലിയാൽ പോരെ എന്ന് ചോദിക്കുന്നവരും അങ്ങനെ ചൊല്ലുന്നവരും ഉണ്ട്. എന്നാൽ അത് തെറ്റായ അറിവാണ്. ആദ്യ നോമ്പിൻ്റെ ചൊവ്വാഴ്ച സന്ധ്യാപ്രാർത്ഥന മുതൽ നോമ്പിൻ്റെ നമസ്കാരം തന്നെ ചൊല്ലണം, ഒരു സംശയമില്ല. കുമ്പിട്ട് തന്നെ ചൊല്ലണം. കുമ്പിടേണ്ട സമയങ്ങളിൽ കുമ്പിട്ട് തന്നെ ചൊല്ലണം. പാതിരാത്രിയുടെ നമസ്കാരം വരുമ്പോൾ സന്ധ്യ സൂത്താറയും പതിപോലെ നോമ്പിൻ്റെ നമസ്കാരം തന്നെ ചൊല്ലണം. എന്നാൽ രാത്രിയുടെ പ്രാർത്ഥനയിൽ വിശുദ്ധ കുർബാന പിറ്റേ ദിവസം ഉള്ളത് കൊണ്ട് നാം ദൈവമക്കളായി തീരുവാൻ എന്നുള്ള പ്രാർത്ഥന ചൊല്ലണം. മറിയാം പറഞ്ഞതെന്തെന്നാൽ ആ മാവുറുബോ ചൊല്ലണം. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് അതും ചൊല്ലണം. അതിൻ്റെ പൂർത്തിയാക്കണതൊക്കെ. പിന്നെ തൃത്വത്തിൻ്റെ സ്തുതി എന്നുള്ളത് അതും ചൊല്ലി ദൈവമാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും മരിച്ചവരുടെയും കുക്കിലിയോനുകളും പൊതുവിൻ്റെ ബഹുസ്വയം നടത്തണം. വീട്ടിൽ ചെല്ലുമ്പോൾ ആ കുക്കിലിയോനുകളും നിങ്ങൾ ചൊല്ലണ്ട. പക്ഷെ പൊതുവിൻ്റെ ബഹുസ്വം ഇന്ത്യ ഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ചൊല്ലണം. നോമ്പിൻ്റെ പ്രാർത്ഥന തലേദിവസം ചൊല്ലണം. സന്ധ്യ സൂത്താറെ നോമ്പിൻ്റെ ക്രമമനുസരിച്ച് ചെയ്യണം. രാത്രി പ്രാർത്ഥനയിൽ പ്രത്യേകം ചൊല്ലേണ്ട പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന പിറ്റേ ദിവസം ഉള്ളത് കൊണ്ട് നോമ്പിൻ്റെ പ്രാർത്ഥനയിൽ ചിലപ്പോൾ അത് കാണില്ല. ഇങ്ങനെ ചൊല്ലണം. ആ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നമ്മെ പഠിപ്പിച്ചവരായതുള്ളത് ചൊല്ലണം. മറിയാം പറഞ്ഞെന്തെന്നാൽ ആ മാവുറുബോ മുഴുവൻ ചൊല്ലണം. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്രയോ അത് ചൊല്ലണം, മുഴുവൻ ചൊല്ലണം. അത് കഴിഞ്ഞ് തൃത്വത്തിൻ്റെ സ്തുതി കഴിഞ്ഞ് ദൈവമാതാവിൻ്റെ വിശുദ്ധന്മാരുടെ കുക്കിലിയോനുകൾ അത് പള്ളിയിലാണെങ്കിൽ ചൊല്ലിയാൽ മതി. പൊതുവിൻ്റെ ബഹുസോ ഗദ്യഭാഗത്തിലുണ്ട്, അതും ചൊല്ലണം. രാവിലെ പ്രഭാതവും 3-ാം മണിയും നോമ്പിൻ്റെ രീതിയിൽ തന്നെ ചൊല്ലണം, ഒരു സംശയമില്ല. ഉച്ചയുടേത് സാധാരണ നമസ്കാരം ചൊല്ലിയാൽ മതി. മനസ്സിലാവുന്നു? ഉച്ചപ്രാർത്ഥനയ്ക്ക് മാത്രമേ മാറ്റുള്ളൂ. അത് സാധാരണ നമസ്കാരം, ശിവ നമസ്കാരം ചൊല്ലുക. കഴിഞ്ഞ വിശുദ്ധ കുർബാന ആരംഭിക്കുകയാണ്. ഉച്ചയ്ക്ക് നോമ്പിൻ്റെ ബാക്കി നമസ്കാരം തയ്ക്കണം. നമ്മൾ ഉച്ചയ്ക്ക് സാധാരണ നമസ്കാരമാണ് കുർബാനയ്ക്ക് ചൊല്ലിയത്. ഉച്ച നമസ്കാരം വരുമ്പോൾ നോമ്പിൻ്റെ മധ്യാഹ്ന പ്രാർത്ഥന ചൊല്ലണം. കുമ്പിടണ്ട. അവിടെ കൗമായിക്ക് കുമ്പിടലോ 40 കുമ്പിടലോ ഇല്ല, വിശുദ്ധ കുർബാന ഇതിൽ സംബന്ധിച്ചത് കൊണ്ട്. അത്രയാണ് പാതി നോമ്പിൻ്റെ പ്രത്യേകത. പാതി നോമ്പിൻ്റെ പ്രാർത്ഥനയിൽ സന്ധ്യാസൂത്താറ നോമ്പിൻ്റെ ക്രമമനുസരിച്ച് ചൊല്ലണം. കുമ്പിടിലൊക്കെ നടത്തണം. പാതിരാത്രിയും നോമ്പിൻ്റെ നമസ്കാരം നടത്തണം. പിന്നെ നോമ്പിൻ്റെ നമസ്കാരത്തിലില്ലാത്ത മാവൂർ സങ്കീർത്തന ഭാഗങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൊല്ലണം.
വിശുദ്ധ കുർബാന ഉള്ളതുകൊണ്ട് രാവിലെ പ്രഭാത പ്രാർത്ഥനയും 3 മണി നേരത്തെ പ്രാർത്ഥനയും പള്ളിയിലായാലും വീട്ടിലായാലും നോമ്പിൻ്റെ തന്നെ ചൊല്ലണം. നോമ്പിൻ്റെ രീതിയിൽ തന്നെ ചൊല്ലണം. ഉച്ചപ്രാർത്ഥന ക്ഷേമ നമസ്കാരം, സാധാരണ നമസ്കാരം ചൊല്ലണം. അപ്പോൾ കുമ്പടിയിൽ വേണ്ട. ഇത് കുർബാനയിൽ സംബന്ധിച്ചാലില്ലെങ്കിലും വീട്ടിൽ എങ്ങനെ തന്നെ ചൊല്ലണം. വീട്ടിൽ കുക്കുലിയോനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചൊല്ലണം. അന്ന് ഉച്ചയ്ക്ക് നോമ്പിൻ്റെ മധ്യാഹ്ന നമസ്കാരം ചൊല്ലണം. കുമ്പടണ്ട, 40 കുമ്പടിയിലും ഇല്ല. അതാണ് പാതി നോമ്പിൻ്റെ നമസ്കാരത്തിൻ്റെ ക്രമം. 40-ാം വെള്ളിയാഴ്ച 40 നോമ്പ് വിശുദ്ധ കുർബാനയോടുകൂടി അവസാനിക്കുകയാണ്. 40 ദിവസം നോമ്പ്, പിന്നെ കശാരപ്പാഴ്ചയുടെ കാര്യങ്ങളാണല്ലോ. ശരി ഞായർ കഴിഞ്ഞു. 40-ാം വെള്ളിയാഴ്ച നമസ്കാരം നോമ്പിൻ്റെതുപോലെ തന്നെ നമ്മൾ പാതി നോമ്പിന് നടത്തിയതുപോലെ തന്നെയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ. നോമ്പിൻ്റെ ലക്ഷണങ്ങൾ വിട്ടുകളയാതെയും കുർബാനയുള്ളതുകൊണ്ട് രാത്രി പ്രാർത്ഥനയിൽ വരുത്തേണ്ട വ്യത്യാസങ്ങളും പാതി നോമ്പിൻ്റെ പ്രകാരം തന്നെ നടത്തണം. ഉച്ചയുടേത് സാധാരണ നമസ്കാരം ചൊല്ലണം, പാതി നോമ്പിൻ്റെതുപോലെ തന്നെ. കുർബാന കഴിഞ്ഞാൽ പിന്നെ 40 കുമ്പടിയിലില്ല. ഉച്ച നമസ്കാരവും നമ്മൾ നടത്തിയിട്ടാണ് വിശുദ്ധ കുർബാന ചെല്ലുന്നത്. ഉച്ചനമസ്കാരം മാത്രം സാധാരണ നമസ്കാരം നടത്തുക, കുമ്പിടിയിലില്ല. 40 കുമ്പിടിയിലും ഇല്ല, അതും കഴിഞ്ഞു. ഉച്ചയ്ക്ക് കുമ്പിടിയിലില്ല. നമ്മൾ പിന്നെ ചില പള്ളികളിലും ചില വീടുകളിലൊക്കെ ഉച്ചയ്ക്ക് നോമ്പിൻ്റെ എല്ലാം പാടില്ല. സാധാരണ നമസ്കാരം നമ്മൾ എല്ലി കഴിഞ്ഞു. പിന്നെ വേണമെങ്കിൽ രഹസ്യ പ്രാർത്ഥനയോ അങ്ങനെ ഏതെങ്കിലും ചൊല്ലി ഉച്ചയ്ക്ക് നമസ്കാരം നടത്താൻ കുഴപ്പമില്ല. ഇതാണ് പാതി നോമ്പിൻ്റെയും 40-ാം വെള്ളിയാഴ്ചയിലെയും നമസ്കാരത്തിൻ്റെ ക്രമീകരണം. ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ വായിച്ച വ്യാഖ്യാന പുസ്തകത്തിലും അങ്ങനെയാണ് പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.